PK ശ്രീമതി ടീച്ചറോട് മാപ്പ് പറഞ്ഞ് ഓണെയറിലായ ഒട്ടകം വല്ലാത്ത നാണക്കേടായിപ്പോയി. സ്വാഭാവികമല്ലേ? കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തിടിച്ച് വിളിച്ചു പറഞ്ഞ വിടുവായത്തരത്തിന് ഞാൻ സാഷ്ടാംഗം വീണ് മാപ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരെടുത്തിട്ട് ഏറിക്കയറ്റിയപ്പോഴാണ് മനസ്സിലായത് മാപ്പ് പറഞ്ഞതോടുകൂടി ഒട്ടകം ഈ നാട്ടിലെ വാ തുറന്നാൽ കള്ളം പറയുന്ന കള്ള ഒട്ടകമാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതായിട്ടുള്ള തിരിച്ചറിവുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു ന്യായീകരണവുമായി വന്നിട്ടുണ്ട്. മാപ്പ് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, ഒരു സ്ത്രീയുടെ കണ്ണീര് കണ്ടിട്ടുള്ള ഔദാര്യമാണത്രേ. എങ്ങനെ? ഒരാളെക്കുറിച്ച് ഒരു രേഖയുമില്ലാതെ PT തോമസ് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ ഏറ്റുപാടി. പിന്നെ PT തോമസ് ആര്? ഒട്ടകത്തിൻ്റെ പിതാവല്ലേ? അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനല്ലേ? ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതേപടി ഓരിയിടുന്ന ആളാണെന്ന് പറയാനായിട്ട് നാണമില്ലേ? അതായത് ഈ കേസ് അത് ശ്രീമതി ടീച്ചർ നടത്തിയാൽ തീരാൻ പോകുന്നില്ലത്രേ. അതായത് ഒരാൾക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചിട്ട് പരസ്യമായി മാപ്പും പറഞ്ഞതിന് ശേഷം ഞാൻ ഔദാര്യമാണത്രേ, സ്ത്രീയുടെ കണ്ണീരാണത്രേ, കിടന്ന് മെഴുകാതെ ഒട്ടകം. നാട്ടുകാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനിടയിൽ ഞാൻ പറഞ്ഞ കാര്യം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു ഇംഗ്ലീഷ് വാക്കെടുത്ത് ഇടയ്ക്കിടയ്ക്ക് തിരികെ കയറ്റുന്നുണ്ടായിരുന്നു.